ഞാൻ ഈയിടെയാണ് രഘുരാമൻ്റെ വീഡിയോ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. അതിലെന്നെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ അബ്രപ്റ്റായിട്ട് ഇഷ്യൂലേക്ക് വരുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഇൻട്രഡക്ഷൻ നമുക്കിപ്പോൾ തീരെ സമയമില്ലല്ലോ. അപ്പോൾ രഘുരാമൻ്റെ വീഡിയോ വെച്ചാൽ എന്നെ അത് കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതാണ്. വളരെ പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് സെൻട്രൽ പോയിന്റിലേക്ക് വരും. പിന്നെ അത് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ വീഡിയോയുടെ ഈ ഒരു ലോകത്തേക്ക് വരുന്നതെന്ന് വിശദീകരിക്കാമോ? അറിയാത്തവർക്ക് എൻ്റെ പേര് രഘുരാമൻ. അങ്ങനെയല്ല, ചാനലിൻ്റെ പേര് 2 മിനിറ്റ് ടേക്ക് എന്നാണ്. അപ്പോൾ പലരും എന്നോട് പേര് ചോദിക്കാറുണ്ട്. ഈ ചാനലിൻ്റെ പേര് മാത്രമല്ലേ കാണൂ, ആളുടെ പേര് കാണില്ല. ഇത് വളരെ ആക്സിഡൻ്റലായി സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ആക്സിഡൻ്റൽ കണ്ടൻറ് ക്രിയേറ്റർ എന്നാണ്. പലരും വളരെ പ്ലാൻ ചെയ്ത് ഒരു ചാനലൊക്കെ തുടങ്ങി ചെയ്യുന്നതിന് പകരം ഞാനൊരു 10 മാസം മുമ്പേ കഴിഞ്ഞ ജൂണിലാണ് ആദ്യത്തെ വീഡിയോ വരുന്നത്. ഒരു ദിവസം വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഒരു സിനിമ കണ്ട സമയത്ത് ഇതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്ത് നോക്കാം. ഇന്നത്തെ കാലത്ത് ഒരു 30 സെക്കൻഡിൽ കൂടുതലൊന്നും നമുക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല ആൾക്കാർക്ക്. അപ്പോൾ വലിയ വീഡിയോ വേണ്ട, ചെറുതൊരു 2 മിനിറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ആ സിനിമയുടെ ഒരു റിവ്യൂ പറഞ്ഞു. അറൈവൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് വൈഫ് ചോദിക്കുകയും ചെയ്തു, ഇത് സീരിയസ് ആയിട്ടാണോ, ഒരു ചാനലൊക്കെ തുടങ്ങി കാണാനുണ്ട്. ഞാൻ അവളോട് പോലും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല സീരിയസ് ഒന്നുമില്ല, നിർത്താൻ വേണ്ടിയിട്ടാണ്. ഒരു 1000 പേരൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു. ആ വീഡിയോ എങ്ങനെ ഒരു 1000 1500 പേര് കണ്ടു. അപ്പം ഞാനിത് കൺസിസ്റ്റൻ്റായി എല്ലാ ആഴ്ചയിലും ഒരു 2 3 വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും നമ്മളൊരു സീരിയസ് കണ്ടൻറ് മേക്കർ ആണെന്നൊന്നും ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി, നമ്മൾ ഈ റിവ്യൂ പറയുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലൊരു പുതുമയൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച്. എന്തെങ്കിലും ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി. അങ്ങനെ എനിക്കൊന്ന് ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലോക എന്നുള്ള സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഞാനൊരു അധികം അറിയാത്ത ഒരു 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 വീഡിയോ ചെയ്തു. ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ച് ആൾക്കാർ കണ്ടു. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നി, ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ലോകയുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒന്ന് ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങിയത്, ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എത്തരത്തിലുള്ള കണ്ടൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ എല്ലാവരും വളരെ ലൈറ്റായിട്ട് എടുക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, കുറ്റം പറയുന്നതല്ല, പക്ഷേ ഈ ട്രാവൽ വ്ളോഗുകളും ഭക്ഷണങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാവരും പൊതുവേ ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, സീരിയസ് ആയിട്ടുള്ള കണ്ടൻറ്റിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒരുപാട് പേരില്ലെങ്കിലും ഒരു 10 ആളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് കണ്ടൻറ്റിനെ കാണുന്ന ആൾക്കാർ. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ പുസ്തകങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങിയ സമയത്ത് പുസ്തകങ്ങളെക്കുറിച്ച് പറയാം, സിനിമയെക്കുറിച്ച് പറയാം. പക്ഷെ പറയുന്നതിലൊരു കാമ്പുണ്ടാവുക, കേൾക്കുന്നവർക്ക് ആ ഒരു 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് നഷ്ടപ്പെടുത്തിയില്ല എന്ന് തോന്നുന്ന രീതിയിൽ പറയണം എന്ന് തോന്നി. അപ്പോൾ ചില ആഴ്ചയിൽ കണ്ടൻറ് ഇല്ലെങ്കിൽ ഞാൻ പറയാറുമില്ല. നമ്മൾ ഈ ഒരു നെയിം സേക്കിന് വേണ്ടി എങ്ങനെയെങ്കിലും 2 വീഡിയോ ചെയ്യാന്നുള്ളത് ചെയ്യാറില്ല. നമുക്ക് ആൾക്കാർക്ക് ഉപയോഗം തോന്നും, ഉപകാരം തോന്നുന്നുള്ള കണ്ടൻറ് മാത്രമേ. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അതിപ്പോൾ ഒരു 9 മാസമോ 10 മാസമൊക്കെ ആയുള്ളൂ സത്യം പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് കണ്ടൻറ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഡിജിറ്റൽ ഡിവൈസിലേക്ക് കുട്ടികളാകെ വല്ലാതെ പോകുന്നൊരു കാലത്തെപ്പറ്റി പറയാറുണ്ട്. അങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വേറൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ് ഉണ്ടാക്കാം. അങ്ങനെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആയുധത്തെ കുട്ടികൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു മെത്തഡോളജി പറയാറുണ്ട്. അപ്പോൾ രഘുരാമൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഒരു ക്ലബ്ബിംഗ് ആണ്. ഒരു ഒരു എന്ന് വെച്ചാൽ, പുസ്തകം വായിക്കാൻ ആൾ കിട്ടുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മൾ പറയാം. കുട്ടികൾ പുസ്തകം വായിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷേ രഘുരാമൻ്റെ ഈ വീഡിയോയിൽ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ പുസ്തകം ഒന്ന് വായിക്കണമല്ലോ എന്നൊരു തോന്നലുണ്ടാവുന്നു. അത് ഒരേ സമയത്ത് 2 അർത്ഥങ്ങൾ അതിനുണ്ട്. അതായത് ഒരു പുസ്തകത്തിനെ 2 മിനിറ്റിൽ ഒതുക്കുക എന്ന് പറയുന്ന ആ പുസ്തകത്തോട് ചെയ്യുന്ന ഒരു പാപമാണ്. കാരണം ഏത് പുസ്തകമാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒരു 2 മിനിറ്റിൽ ഒതുക്കി പറയുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മളതിന് കീഴ്പ്പെട്ട് പോവുകയാണ്. കാരണം ഇന്ന് ഞാൻ സംസാരിക്കുന്ന പല പുസ്തകങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അരമണിക്കൂർ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതാരും കേൾക്കുന്നില്ല. അപ്പം ഞാൻ തന്നെ പലരോടും, ഇപ്പോൾ അഷ്ടമൂർത്തി സാറുണ്ട്, റൈറ്ററായിട്ടുള്ള അഷ്ടമൂർത്തി. അപ്പോൾ അഷ്ടമൂർത്തി സാറിനോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, സാറിൻ്റെ ക്യൂറേറ്റർ എന്ന് പറഞ്ഞ പുസ്തകത്തിനെക്കുറിച്ച് ഇപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ 2 മിനിറ്റിലാണ് പറഞ്ഞത്, എനിക്കത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് തിരിച്ച് പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന അതാണ്. അവരിലേക്ക് പുസ്തകം എത്തുകയെന്നേ വേണ്ടുള്ളൂ. അല്ലാതെ ഒരു അരമണിക്കൂർ പുസ്തക റിവ്യൂ കേൾക്കാൻ ആർക്കും സമയമില്ല. പക്ഷെ ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്നും ഇതിലിങ്ങനെയൊക്കെയാണെന്നും ആൾക്കാർക്ക് അറിഞ്ഞ് അവരെ പ്രേരിപ്പിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് എനിക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപാട് പുസ്തക റിവ്യൂ ഉള്ള സമയത്തും
എൻ്റെ റിവ്യൂകൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നത്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുള്ളത് നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പോളിസിയാണ്. എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചുറ്റും വന്നാലും നമ്മൾ നമ്മളായിട്ടിരിക്കുക. അതിപ്പോൾ പുസ്തകങ്ങളുടെ കാര്യമാണെങ്കിലും, അപ്പോൾ ചില പുസ്തകങ്ങളെ നമുക്ക് വിമർശിക്കേണ്ടി വരും. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ വിമർശിക്കപ്പെടുമ്പോൾ ആൾക്കാർക്ക് തോന്നും, ആ ശരിയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ഒരാളുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം എന്ന് തോന്നാം. അപ്പോൾ 2 രീതിയിലും പുസ്തകങ്ങളെ കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു പുസ്തകത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂർ സംസാരിക്കാനുണ്ടെന്ന് വയ്ക്കാം. അരമണിക്കൂർ 1 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പുസ്തകത്തെക്കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് കേട്ട ഒരാൾക്ക് പിന്നെ എന്താ തോന്നുക? ഇനി അത് വായിക്കേണ്ടെന്ന് തോന്നും. വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരെ മറിച്ച് രഘുരാമൻ്റെ ഈ ഒരു 2 മിനിറ്റിൻ്റെ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ അത് പുസ്തകം വായിക്കാനുള്ള താല്പര്യം ജനിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ബാക്കി എന്താണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അവിടെ വെച്ച് നിർത്തുക, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പലരും ചോദിച്ചൊരു കാര്യം ഇങ്ങനെ ഇതെങ്ങനെ പറയുന്നു? ഇപ്പോൾ ഈ 2 മിനിറ്റിൽ അല്ലെങ്കിൽ 3 മിനിറ്റിൽ നമ്മൾ പറയണമല്ലോ. ഇതെന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്? അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ല. ഞാൻ ഇതേപോലെ വന്നിരുന്ന് അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ പലപ്പോഴും ചില തെറ്റുകൾ വരും, ചില അബദ്ധങ്ങൾ വരും. അപ്പോൾ ഞാൻ റീഷൂട്ട് ചെയ്യും. പക്ഷേ ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയില്ല ഒരു പുസ്തകത്തിനെ കുറിച്ച്. അത് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചു. കാരണം നമ്മൾ എഴുതി ഉണ്ടാക്കി, അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത പോയി. നമ്മൾ എഴുതി അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് കാണാതെ പഠിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു തീക്ഷ്ണത പോയിട്ടുണ്ടാവും. അതെനിക്ക് ആകെ പറ്റാതെ വന്ന ഒരേ ഒരു പുസ്തകം പെദ്രോ പരാമോണ്. പെദ്രോ പരാമോ വായിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു കവിത പോലെ മനോഹരമാണ്. അതിനെക്കുറിച്ച് 2 മിനിറ്റിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ പെദ്രോ പരാമോ ഞാൻ വായിച്ച് കുറേ മനസ്സിലിട്ട് ആവർത്തിച്ച് വന്നിട്ടാണ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആ റിവ്യൂ കണ്ടാലും അറിയാം, സാധാരണ പറയുന്ന പോലെയല്ല, ഒരു കവിത പോലെയാണ് ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ പുസ്തകം അത് അർഹിക്കുന്നുണ്ട്. അതിപ്പോൾ ചില പുസ്തകങ്ങൾ അങ്ങനെയാണല്ലോ, എല്ലാ പുസ്തകങ്ങളും ഒരുപോലെയല്ല. എനിക്ക് അതുപോലെ തന്നെ രഘുരാമൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ആ സെറ്റ് ഒന്നായിട്ട് വായിക്കണം എന്ന് തോന്നിയൊരു ഓഥർ മുറാക്കാമിയാണ്. മുറാക്കാമി ഞാൻ വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരമേ വായിച്ചിട്ടുള്ളൂ. അതായത് ഭാര്യ പിണങ്ങിപ്പോയ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് പിണങ്ങിപ്പോയതിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതെ, അതാണ്. അത് വായിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുകയായിരുന്നു. പക്ഷേ രഘുരാമൻ്റെ ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്ക് ഞാൻ എന്നിട്ട് ആമസോണിൽ നോക്കി ആ സെറ്റ് ഒന്നായിട്ട് വാങ്ങിക്കാൻ വേണ്ടി. ആ വീഡിയോ ചെയ്യാൻ വേറൊരു കാരണമുണ്ട്. ഞാനിങ്ങനെ റീലുകൾ നോക്കുമ്പോൾ ഒരാൾ ഒരു റീൽ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറയാണ്, മുറാക്കാമി ഒന്നും വായിക്കേണ്ട കാര്യമില്ല. ഞാൻ 2-3 പുസ്തകങ്ങളൊക്കെ വായിച്ചു. ഇതിലെന്താ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഇത്ര ഉള്ളത്? അപ്പോൾ എന്താ വെച്ചാൽ ചിലവരെ എങ്ങനെ വായിക്കണം എന്ന് നമുക്കറിയില്ല. മുറാക്കാമി വായിക്കാൻ ഒരു ഓർഡർ ഉണ്ട് ശരിക്കും. ആ ഓർഡർ നമ്മൾ ഫോളോ ചെയ്താൽ റാൻഡമായിട്ട് നമ്മളൊരു പുസ്തകം എടുത്ത് വായിച്ചാൽ ചിലപ്പോൾ അത് ക്ലിക്കാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാഫ് ബോയിൽഡ് വണ്ടർലാൻഡ് എന്ന് പറയുന്ന പുസ്തകമാണ് തുടക്കത്തിൽ വായിക്കേണ്ടത്. ഒരു സെറ്റ് ഓഫ് സജഷനാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാഫ്ക ഓൺ ദ ഷോർ, അങ്ങനെ 2-3 പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് കണക്റ്റ് ആവുകയാണെങ്കിൽ തുറന്ന് വായിച്ചാൽ മതി. ഇതിപ്പോൾ ആരും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. മുറാക്കാമിയെ വായിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നും ആവില്ല എന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഭയങ്കര, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊരു വേറൊരു ലോകത്തിൽ എത്തിപ്പെട്ട പോലെയാണ് മുറാക്കാമിയെ വായിച്ചു കഴിഞ്ഞാൽ. മാജിക്കൽ റിയലിസം അല്ല. മാജിക്കൽ റിയലിസം ഇപ്പോൾ മാർക്കേസിനെയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇത് അതുമല്ല, അതിനെ അപ്പുറത്ത് കടന്ന് ചിന്തിക്കുന്ന ഒരാൾ. എന്നാൽ നമ്മുടെ റിയൽ ലൈഫിലേക്ക് വളരെയധികം കണക്റ്റ് ആവുകയും ചെയ്യും. അതാണ് ഈ മാർക്കേസിൻ്റെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തി. നമ്മുടെ ലോകമായിട്ട് അത്ര ബന്ധം ഉണ്ടാവണമെന്നില്ല, വേറൊരു ലോകത്തിലേക്ക് മാറുകയാണ്. മുറാക്കാമി നമ്മുടെ ലോകത്ത് നിന്നുകൊണ്ട് മാജിക് കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഓഥറാണ്. മെൻ വിത്തൗട്ട് വിമനിൽ എങ്ങനെയാണ് ആ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു, ഇയാളെ ഉപേക്ഷിച്ച് പോയ കാമുകൻ്റെ കൂടെ പോയ ആ സ്ത്രീ മരിച്ചു പോയിരിക്കുന്നു. ഈ മനുഷ്യൻ പിന്നെ അയാളുടെ ഗവേഷണവും ഒക്കെ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവൾ വേറൊരാളുടെ അടുത്ത് പോയിരിക്കുന്നത്, എന്ത് പ്രത്യേകതയാണ് എനിക്കില്ലാത്ത, എന്ത് പ്രത്യേകതയാണ് അയാൾക്കുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണല്ലോ അത്. അത് ഭയങ്കരമായിട്ട് ഞാൻ അത് വായിച്ചതോട് കൂടിയിട്ട് ഞാൻ അയാളുടെ ആരാധകനായി മാറിപ്പോയിട്ടുണ്ട്. മുറാക്കാമിയുടെ പുസ്തകങ്ങൾ ഒരു വളരെ പ്രത്യേകത തരുന്ന പുസ്തകങ്ങളാണ്. അതെ, അതിങ്ങനെ നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയാനും ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ പലപ്പോഴും വളരെ അബ്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ മുറാക്കാമി ഒരുപാട് ഓതേഴ്സിൽ വളരെ ചുരുക്കം ഓതേഴ്സുള്ളൂ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണ് നമുക്ക് ഇന്ന് കിട്ടിയത്, നമ്മളതിങ്ങനെ പുസ്തകം നമ്മളെ വലിച്ചെടുക്കുന്ന പറയില്ല ഉള്ളിലേക്ക്. അപ്പോൾ അതുപോലത്തെ എഴുത്താണ് മുറാക്കാമിയുടെ. ഇപ്പോൾ ഇങ്ങനൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങളെ തന്നെ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ വായനയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾ ആണല്ലോ, ആയിരിക്കുമല്ലോ, അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. അതെങ്ങനെയാണ് കുട്ടിക്കാലം മുതൽക്കുള്ള വായനയുടെ ഒരു? എൻ്റെ കുട്ടിക്കാലത്ത് അന്നൊക്കെ ലൈബ്രറികളാണല്ലോ. ഇപ്പം ഇന്നും ലൈബ്രറികൾ ഉണ്ടെങ്കിലും അന്ന് നമ്മളെല്ലാവരും എൻ്റെ തൊട്ടടുത്ത് ഒരു വായനശാല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അച്ഛനും അമ്മയൊക്കെ അത്യാവശ്യം വായിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കണം, നമ്മൾ വായിച്ചു തുടങ്ങുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് ബാലസാഹിത്യമാണ്. കാരണം കുട്ടികൾക്ക് ബാലസാഹിത്യമാണ് പറ്റുന്നത്. അപ്പോൾ അത് വായിച്ചു പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് 10ാം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ എത്തിയപ്പോഴേക്കും അന്നാണ് ഈ റഷ്യൻ കഥകൾ നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത്
നമ്മൾ സാധാരണ റഷ്യൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെക്കോവും ദസ്തേവ്സ്കിയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ അല്ലാത്ത ഓതേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ചിങ്കീസ് ഐദ്മാത്തോവ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മലകളുടെയും സ്റ്റെപ്പികളുടെയും കഥകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എന്നെ അത്ര അധികം സ്വാധീനിച്ച ഒരു പുസ്തകം ഇന്നും ഇല്ല എന്നുള്ളതാണ്. അതിലൊരു ചുവന്ന തൂവാലയണിഞ്ഞ പോപ്ലാർ തൈ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ പോലെ മനോഹരമായിട്ട് ഇതുവരെ ഞാൻ വായിച്ച ഒരു ചെറുകഥയും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പോപ്ലാർ മരം എന്നൊക്കെ പറയുമ്പോഴേ, ഈ മാവ് പ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കണ്ട പോലെയായി. ഇപ്പോൾ പോപ്ലാർ മരം കണ്ട എനിക്ക് തിരിച്ചറിയില്ല, പക്ഷെ ഇന്നിപ്പോൾ പോപ്ലാർ എന്ന് പറഞ്ഞാൽ നമുക്ക്. അപ്പോൾ റഷ്യൻ സാഹിത്യം എന്ന് പറയുന്ന അവരുടെ ഒരു പ്രണയം, യുദ്ധം, വിരഹം, ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ആകർഷിക്കും. ആ ആ ഒരു ഭൂമിക നമുക്ക് ഒട്ടും പരിചയമല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് വായനയിലേക്ക് കിടക്കുന്നത് ഈ ചിങ്കീസ് ഐദ്മാത്തോവിൻ്റെ പുസ്തകങ്ങളും, അന്ന് ഈ റാതുക പബ്ലിക്കേഷൻസ് ആണ് ഇത് ചെയ്യുന്നത്, നമ്മുടെ പ്രഭാത് ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഈ ചുവന്ന തൂവാലയണിഞ്ഞ പോപ്ലാർ തൈ എന്നുള്ളതിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ഒരു ട്രക്കാണ്. ഒരു ട്രക്ക് ഡ്രൈവറാണ് അതിൽ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ട്രക്ക് ഓടിക്കുന്നു, വളരെ ആഹ്ലാദവാനാണ്, അദ്ദേഹം പണികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പ്രണയത്തിൽ അകപ്പെടുകയാണ്. പ്രണയത്തിൽ അകപ്പെടുന്നു, ആ പ്രണയിനിയെ തന്നെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഓരോ സമയത്ത് ഈ ട്രക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ തുടക്കത്തിൽ ട്രക്ക് ഓടിക്കുന്ന കുറച്ചൊരു പരുക്കൻ രീതിയിലാണ്. പിന്നെ പ്രണയിച്ച ശേഷം രണ്ടാളും കൂടി ട്രക്കിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ട്രക്ക് ഈ പറയുന്ന പോലെ ഒരു 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 മധുവിധുവിൻ്റെ ഒരു വാഹനമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ട്രക്കിൻ്റെ ശബ്ദവും ട്രക്കിൻ്റെ ഓടിക്കുന്ന രീതികളെല്ലാം മാറുന്നുണ്ട്. അതിനുശേഷം അവർ വേർപിരിയുന്നുണ്ട്. അതോടുകൂടി ട്രക്ക് കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഒരു സാഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ഒരു ശാപം പിടിച്ച ഒരു രീതിയിൽ ട്രക്കിനെ മാറുന്നുണ്ട്. അതിനുശേഷം ദേഷ്യം വരുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഈ ട്രക്കിൻ്റെ മുരൾച്ച. അപ്പോൾ ഒരു ട്രക്ക് വെച്ചിട്ടാണ് ഈ കഥ മുഴുവൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രണയം, വിരഹം ഇല്ലാത്തതൊന്നുമില്ല. ഒരു 10-40 പേജിലൊരു മാസ്റ്റർ പീസാണ് എഴുതി വെച്ചിരിക്കുന്നത്. അന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് സീരിയസ് ആയിട്ട്. കാരണം അതിൽ വന്നു, എല്ലാ സബ്ജക്റ്റുകളും വന്നു. അന്നാണ് ഞാൻ ആലോചിച്ച് തുടങ്ങിയത് വായനയിലേക്ക് എങ്ങനെ സീരിയസ് ആയിട്ട് വരാം. പിന്നെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള പോലെ തുടക്കത്തിൽ ഈ അപസർപ്പക നോവലുകളാണ്. ഇപ്പോൾ ഷെർലക് ഹോംസും ഒക്കെയാണ് നമ്മുടെ തുടക്കം. അപ്പോൾ ഷെർലക് ഹോംസിൻ്റെ ട്രാൻസ്ലേഷൻ ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ മലയാളത്തിലാണ് വായിച്ചത്. പക്ഷേ മലയാളത്തിലെ ഏറ്റവും നല്ല ട്രാൻസ്ലേഷനുകളിലൊന്ന് ഈ ഷെർലക് ഹോംസിൻ്റെ ട്രാൻസ്ലേഷനാണ്. അതിൽ ഈ ഭാസ്കർ വിൽസിലെ വേട്ടനായ എന്ന് പറയുന്ന നോവലുണ്ട്. അപ്പോൾ അതിൽ ഈ ചതുപ്പ് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും ചതുപ്പ് എന്താണെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഒന്നും കുത്തിക്കാലത്ത് ഈ ചതുപ്പ് എന്താണെന്ന് അറിയില്ലല്ലോ. മൂർ എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. ഈ ചതുപ്പ് വിവരിച്ച് നമുക്ക് നടക്കുമ്പോൾ നമ്മൾ ചതുപ്പ് കൂടെയാണ് നടക്കുന്നതെന്ന് തോന്നും. ചതുപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുന്നതും. അപ്പോൾ ആ ഭാസ്കർ വിൽസിലെ വേട്ടനായൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ആ വേട്ടനായ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീലാവും. അപ്പോൾ പിന്നെ തുടക്കത്തിൽ അങ്ങനെയാണല്ലോ ഈ അപസർപ്പക നോവലുകൾ. പിന്നെ നമ്മൾ മലയാള സാഹിത്യത്തിലേക്ക് തിരിയുന്നുണ്ട്. MT ആണെങ്കിലും മുകുന്ദനാണെങ്കിലും നമ്മുടേതായിട്ടുള്ള എഴുത്തുകാർ, മാധവിക്കുട്ടി, അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് വളരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പുറത്ത്, കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഓതേഴ്സിനെ കുറിച്ചിട്ട് അറിയുന്നു, അവരെ വായിക്കാൻ തുടങ്ങുന്നു. ഇപ്പം അതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത റഷ്യൻ സാഹിത്യം തന്നെയാണ് പിന്നെയും. ദസ്തേവ്സ്കി തീർച്ചയായിട്ടും, കുറ്റവും ശിക്ഷയും, അതുപോലെ കരമസോവ് സഹോദരന്മാർ, ഇതെല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ശരിക്കും നല്ലൊരു വായനക്കാരൻ ഫിക്ഷനും വായിക്കണം, നോൺ ഫിക്ഷനും വായിക്കണം എന്നാണ് പറയുക. ഞാൻ കൂടുതൽ ഫിക്ഷനാണ് വായിക്കുന്നത്, നോൺ ഫിക്ഷൻ കുറവാണ്. അപ്പം നല്ലൊരു വായനക്കാരൻ നോൺ ഫിക്ഷനും കൂടി വായിക്കണം എന്നാണ് പറയുക. പക്ഷെ എന്നെ സംബന്ധിച്ച് നോൺ ഫിക്ഷൻ പുസ്തകങ്ങളുടെ വായന കുറവാണ്. കൂടുതൽ ഫിക്ഷൻ്റെ ഈ ലോകത്താണ്. ഇപ്പോൾ വായിക്കുന്നത് പൊതുവേ അങ്ങനെ ഒരു പരന്ന വായനയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഏരിയയിൽ തേടി പിടിച്ച് വായിക്കുന്നില്ല. വളരെ പരന്ന, ഇപ്പോൾ ലോക സാഹിത്യം വായിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലെ എഴുത്തുകൾ വായിക്കാറുണ്ട്, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ ഓതേഴ്സിനെ വായിക്കാറുണ്ട്. കുറച്ചും കൂടി ഒരു പരന്ന വായനയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കരമസോവ് സഹോദരന്മാരിൽ 3 സഹോദരന്മാരാണല്ലോ ഉള്ളത്. അതിൽ ഐവാൻ്റെ ഒരു സ്വാധീനം. ഐവാൻ എന്ന് പറയുന്ന 3 സഹോദരന്മാരുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, സമീപനം, അതുപോലെ ദൈവത്തോടുള്ള ദൈവവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരമസോവ് സഹോദരന്മാരിൽ ഒരു സീനുണ്ട്, യേശു ക്രിസ്തു വരുന്നൊരു സീനുണ്ട്. സ്വപ്നം കാണുന്നതാണ്, ക്രിസ്തു തിരിച്ചു വരുന്നതാണ്, എന്നിട്ട് ജനങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ജനങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ല വേണ്ടത്. എല്ലാവരും വിശ്വസിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ലിബറേഷൻ അല്ല വേണ്ടത്, ഞങ്ങൾക്ക് വിശപ്പടക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പം അന്നത്തെ ഒരു കാലത്ത് വിശ്വാസമൊക്കെ ഇത്രയും ശക്തമായി നിൽക്കുന്ന ഒരു കാലത്ത് അങ്ങനെ എഴുതുക എന്ന് പറയുന്നത്, വിശ്വാസത്തെ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത്, അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കരമസോവ് സഹോദരന്മാരുള്ളത്. പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന പുസ്തകങ്ങളുടെ സ്കേഴ്സിറ്റി രഘുരാമന് തോന്നാറുണ്ടോ? എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതിപ്പം പാരിസ്ഥിതികമായിട്ടുള്ള അവബോധം എന്തായിരിക്കണം?
അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത്. ഒരു വീട്ടിൽ തന്നെയുള്ള ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭിന്നലിംഗക്കാർ അവരൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പം നേരത്തെ പ്രഭാത് ബുക്കേഴ്സ് എന്ന് പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ഒരു കാലത്തെ സ്വപ്നം കാണുന്ന തരത്തിലുള്ള തീമുകളുണ്ടല്ലോ. അത്തരം തീമുകൾ വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ പുതിയ കാലത്ത് വരുന്നുണ്ടോ? അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ അതിന്? പണ്ടത്തെ എഴുത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ആനന്ദത്തിന് വേണ്ടി എഴുതുന്നവരാണ്. നേരത്തെ പറഞ്ഞ പോലെ ആനന്ദിനെ വായിക്കണമെങ്കിൽ നമ്മൾ ആനന്ദിൻ്റെ വഴിക്ക് വരണം. ആൾക്കൂട്ടാണെങ്കിലും മരുഭൂമികൾ ഉണ്ടാവുന്നതാണെങ്കിലും ആനന്ദിൻ്റെ വഴിക്ക് വന്ന് ആനന്ദിനെ കീഴടക്കി നമ്മൾ വായിക്കേണ്ട ഒരവസ്ഥയാണ് ആനന്ദിൻ്റെ വായന എന്ന് പറയുമ്പോൾ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് എല്ലാവർക്കും എഴുതാം. കൂടുതലും വായനക്കാരനെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള എഴുത്താണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ എഴുത്ത് വളരെയധികം എങ്ങനെ അത് പറയുക ഡൈല്യൂട്ടഡ് ആയി പോകുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാവണം, എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എഴുത്തായി പോകുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ സാധിക്കും ഈ പുസ്തകങ്ങൾ. പക്ഷേ ഒരു തവണ വായിച്ചാൽ പിന്നെ അതിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് ഒന്നും ഇല്ലാത്ത പോലെ ഒരു തോന്നില്ല. ഇപ്പോൾ പരിണാമമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എത്രയോ തവണ വായിച്ചിട്ടുള്ള പുസ്തകമാണ് നാരായണപിള്ളയുടെ പരിണാമം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. അപ്പോൾ പരിണാമത്തിൽ ആ കേണലാണെങ്കിലും ആ നായയാണെങ്കിലും നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും അതായത് പുറത്തെ ലെയറിൽ പരിണാമം എന്ന് പറയുന്നത് ഒന്നുമില്ല. ഒരു അഡ്വഞ്ചർ സ്റ്റോറി അല്ലെങ്കിൽ ഒരു ക്രൈം സ്റ്റോറി അത്രയല്ലേ ഉള്ളൂ. അവിടെ ഒരു നായയെ കാണാതെ ആവുന്നു, പിന്നാലെ നടക്കുന്നു, മത്തായിമാർ വരുന്നു, ഇതിലെന്താ ഉള്ള പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ പിന്നെ ഒരു ലെയറിലേക്ക് മാറുമ്പോൾ നമ്മൾ വിപ്ലവം കാണുന്നുണ്ട്, പിന്നെ ഒരു ലെയറിലേക്ക് മാറുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, രാഷ്ട്രീയം ചർച്ചയാവുന്നുണ്ട്, പുരുഷാധിപത്യം ചർച്ചയാവുന്നുണ്ട്. പരിണാമം വളരെ കുറച്ച് നോവലുകളേ ഉള്ളൂ സ്ത്രീകളില്ലാത്തത്. പരിണാമത്തിൽ ഒരു സ്ത്രീ ഉണ്ട്, പക്ഷേ ഒട്ടും ഒരു 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 അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ത്രീ കഥാപാത്രമല്ല. സാധാരണ എല്ലാ നോവലുകളും സ്ത്രീകളെ കൊണ്ട് സമ്പന്നമാണ്. രതിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇത് പരിണാമത്തിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഈ പൂയില്യൻ എന്ന് പറയുന്ന ക്യാരക്ടറും അല്ലേ. അപ്പം നമ്മൾ ഓരോ സ്റ്റേജിലും ഒരു തവണ വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ലല്ലോ. അപ്പോൾ ഒരു പുരുഷ കേന്ദ്രീകൃത സൊസൈറ്റി വെച്ചിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി പരിണാമം. ഇന്നത്തെ പുതിയ കൃതികളിൽ മിക്കവാറും നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു വായനയേ ഉള്ളൂ. 2ഓ 3ഓ തരത്തിലുള്ള വായനകൾ കുറവാണ്. ഇനി ഉണ്ടാവാട്ടോ, എൻ്റെ വായനയുടെ പരിമിതികൾ ഉണ്ടാവാം. ഇതുപോലെ നമ്മുടെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന എഴുത്തുകൾ ഉണ്ടായിരിക്കാം, പലരും എഴുതുന്നുണ്ടായിരിക്കാം, എൻ്റെ കണ്ണിൽ പെടാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ പിന്നെയുണ്ട് ഇപ്പോൾ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ. അതെടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതത്ര മനോഹരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള വേറെ നോവലുകളില്ല മലയാളത്തിൽ ഈ അടുത്ത് വന്നതിൽ. അപ്പോൾ തപോമയുടെ അച്ഛൻ ശരിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ അഭയാർത്ഥി പ്രശ്നം എല്ലായിടത്തുള്ള പ്രശ്നമാണല്ലോ. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ എടുത്തു കഴിഞ്ഞാലും അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. അതിനെ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഫിക്ഷൻ വെച്ച് എഴുതി എന്ന് പറയുമ്പോൾ സന്തോഷ് കുമാറിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷേ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ എൻ്റെ പുസ്തകം ചിലവാവണം, എല്ലാവർക്കും വായിക്കാൻ പറ്റണം, അങ്ങനത്തെ പുസ്തകമാവണമെന്ന് വിചാരിച്ചെഴുതുന്ന പോലെ നമുക്ക് തോന്നുക. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ എണ്ണം കുറവായിരുന്നു. പണ്ടൊക്കെ ഒരാളൊരു പുസ്തകം എഴുതി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. PhD കിട്ടിയെന്ന് പറയുന്ന പോലെയാണ്. ഇന്നിപ്പോൾ PhD കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിലയൊന്നുമില്ല, എല്ലാവർക്കും PhD കിട്ടുക. അതുപോലെ ഇന്നിപ്പോൾ പുസ്തകം എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എഴുതാനൊക്കെ അറിയാം, ഒരു പബ്ലിഷിംഗ് ഹൗസായിട്ട് കരാറുണ്ടെങ്കിൽ പുസ്തകം ഇറങ്ങും. നമ്മളെ സംബന്ധിച്ച് ഞാൻ എഴുത്തുകാരെ ആക്ഷേപിക്കുകയല്ല, എല്ലാവരും എഴുതണം എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ആ സെൻസിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു മനസ്സ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഉള്ളിൽ എഴുതാതെ വയ്യ എന്ന് തോന്നുമ്പോൾ നമ്മുടെ വിരലിലൂടെ വരുന്ന എഴുത്തിനാണ് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പം അടുത്ത് വായിച്ചതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് പ്രശോഭ് മഠത്തിൽ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, പുതിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭൂതമാപിനി എന്ന് പറയുന്ന പുസ്തകം വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ കാടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാട്. അപ്പോൾ ഈ കാട്ടിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നതാണ് അതിലെ കഥ. അപ്പം അയാൾ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ 2 ആനകൾ തമ്മിൽ യുദ്ധം ചെയ്യാണ്. അപ്പം അയാൾ നടുക്ക് കയറുന്ന ആനകളെ ഇങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അതുപോലെ സിംഹത്തിൻ്റെ തോളത്ത് കൈയിടുന്നുണ്ട്. അതായത് മനുഷ്യൻ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതിനെ അത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ചൊരു പുസ്തകമില്ല. പിന്നെ കാട് നഷ്ടപ്പെടുന്നതിന് അത് ഫിക്ഷൻ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളറിയാത്ത എഴുത്തുകാർ പലരും ഇങ്ങനെ പല 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 രീതിയിൽ ചെറുതായിട്ട് എഴുതുന്നുണ്ട്. പക്ഷേ മുഖ്യധാരയിൽ എനിക്ക് തോന്നുന്ന എഴുത്തുകളെല്ലാം വളരെ ഉപരിപ്ലവമായിട്ടുള്ള എഴുത്തുകളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ട് വായിക്കണം എന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? എന്തുകൊണ്ട് വായിക്കണം എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ചെറിയൊരു ചോദ്യമല്ല. എല്ലാവർക്കും വായിക്കാനും പറ്റില്ല. വായന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്കില്ലല്ല.
നമ്മൾ കുട്ടിക്കാലം മുതലേ പുസ്തകങ്ങളോട് കൂട്ടുകൂടിയാൽ മാത്രമേ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു 40 വയസ്സായ ഒരു മനുഷ്യൻ ഞാൻ ഇന്ന് മുതൽ വായിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും പേർക്ക് പറ്റില്ല. കാരണം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ടും റീല് കണ്ടിട്ടല്ല, അല്ലാതെ എനിക്കൊന്ന് വായിക്കണം, ഒരു 3 ബുക്ക് സജസ്റ്റ് ചെയ്ത് തരൂ. സജസ്റ്റ് ചെയ്ത് കൊടുത്ത് അവരൊരു 10-20 പേജ് എത്തുമ്പോൾ തന്നെ പറയും, നിങ്ങൾ എങ്ങനെയാണ് ഇത് വായിക്കുന്നത്, എനിക്ക് 20 പേജിനപ്പുറത്തേക്ക് ഇത് നീങ്ങുന്നില്ലല്ലോ ഇത് എന്ന് പറയും. പിന്നെ നമുക്കൊരു ഉള്ളിലൊരു തോന്നൽ വേണം. നമുക്ക് ഈ ലോകത്ത് കാണുന്നതൊന്നും അല്ല, വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു പുസ്തകമാണ്. ഞാൻ കുറച്ചൊരു സ്പിരിച്വൽ സൈഡിൽ താല്പര്യമുള്ള ഒരാളാണ്. സ്പിരിച്വാലിറ്റിയായി ബന്ധപ്പെട്ട് കുറച്ച് വായിക്കും, കുറച്ച് പഠനങ്ങളൊക്കെ നടത്തും. എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്, അറിയാൻ താല്പര്യമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമുണ്ട്. എനിക്ക് ഈ മരിക്കാൻ ഭയങ്കര പേടിയാണ്. മരണഭയം എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നമ്മൾ മരിച്ചു പോകും. ഇപ്പോൾ രാത്രി ചിലപ്പോൾ ഈ കിടക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. അപ്പോൾ ദൈവമേ ഇന്ന് രാത്രിയോട് കൂടി ഞാൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു തിബത്തൻ ബുക്ക് ഓഫ് ലിവിങ് ആൻഡ് ഡൈയിങ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. സോഗ്യാൽ റിംപോച്ചി എഴുതിയതാണ്. ഈ തിബത്തിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ തിബത്തൻ ബുദ്ധിസത്തിൽ ഒരു മാസ്റ്റർ ഉണ്ടാവും, അവർക്ക് കുറേ ഡിസിപ്പിൾസ് ഉണ്ടാവും. അപ്പോൾ അവർ മരണത്തിനെ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ എങ്ങനെ മരിക്കണം എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അവർ പറയുന്നത് വെച്ചാൽ, അപ്പോൾ നാളെ രാവിലെ ഞാനിപ്പോൾ മാഷോട് പറയുകയാണ്, മാഷെ ഞാൻ നാളെ രാവിലെ കുളത്തിൽ മാഷെ കൊണ്ടിടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാഷ്ക്ക് പേടിയാവും. അയ്യോ നാളെ രാവിലെ എന്നെ ഈ കുളത്ത് കൊണ്ടിടും, എന്താ ചെയ്യാമെന്നറിയില്ല. അതിന് പകരം ഞാൻ മാഷോട് പറയണം, നാളെ രാവിലെ നമുക്ക് ആ കുളം ഒന്ന് കണ്ടുവരാം. മാഷെ ഞാൻ നാളെ കൊണ്ടുപോയി കുളം കാണിച്ചു വരുന്നു. മറ്റന്നാൾ നമ്മൾ പോകുന്നു, മാഷ് കാലൊന്ന് ഇറക്കി വെക്കുന്നു കുളത്തിൽ. അടുത്ത ദിവസം പോകുന്നു, മാഷ് ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങുന്നു. അങ്ങനെ ഒരു മാസം കൊണ്ട് പതുക്കെ ഇറങ്ങി മാഷും കുളവുമായിട്ട് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയാം, അടുത്ത ദിവസം മാഷെ കുളത്തിലിറങ്ങണം എന്ന് പറഞ്ഞാൽ മാഷെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടല്ല. മരണവും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പുസ്തകത്തിൽ പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ നമ്മൾ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ, അതൊക്കെ വേറെ ചോദ്യം. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഓരോ സ്റ്റേജിലും നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം നിൽക്കുന്നത്, അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അത് ഈ ഗുരു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം മരണം എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും, ഇപ്പോൾ ആൾക്കാർ വിശ്വാസികളാവാം അല്ലാത്തവരാവാം, അതിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. നമ്മൾ ഈ കാണുന്ന പോലെ അല്ല ഇതൊന്നും എന്നുള്ളത്. അപ്പം നമുക്ക് ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്ന് താല്പര്യമുള്ളവരാണ് വായനയിലേക്ക് വരേണ്ടത് ശരിക്ക്. പിന്നെ ഭാവന, നമ്മുടെ ഒരു ഭാവന വികസിക്കാൻ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ സാധിക്കും. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് വായിക്കണം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തുകൊണ്ട് എവറസ്റ്റ് കീഴടക്കണം എന്ന് ചോദിച്ചതുപോലെയാണ്. അതവിടെ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ട് വായിക്കണം, പുസ്തകങ്ങൾ ഉള്ളിടത്തോളം കാലം നമ്മൾ വായിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.